നമസ്കാരം. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ്. ബാർക്കിൻ്റെ റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ വിനോദ ചാനലുകളുടെയും ന്യൂസ് ചാനലുകളുടെയും റേറ്റിംഗ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലേതിൽ നിന്നും വ്യത്യസ്തമായി ഈ ആഴ്ച ചാനലുകളുടെ റേറ്റിംഗിൽ വമ്പൻ ഇടിവ് രേഖപ്പെടുത്തിയ ഒരാഴ്ചയാണ്. 20 പോയിൻറ്റോളം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇടിവിൻ്റെ ഒരു പ്രത്യേകത 5 ചാനലുകൾക്കാണ് കാര്യമായ ഇടിവുണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ 2 ചാനലുകൾ തല കുത്തനെ വീഴുന്ന വലിയ ആഘാതമുണ്ടാക്കുന്ന രീതിയിലുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചത്തെ ചാനലുകളുടെ സ്ഥാനക്രമം ആദ്യം പരിശോധിക്കാം. അത് കഴിഞ്ഞ് ചാനലുകളുടെ റേറ്റിംഗ്, അത് കഴിഞ്ഞ് വിനോദ ചാനലുകളുടെ റേറ്റിംഗ്, അഡീഷണൽ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആദ്യം സ്ഥാനക്രമത്തിലേക്ക് കടക്കാം. മെയിൽ 22+ ABC ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രദ്ധിക്കണം, മറ്റ് കാറ്റഗറികൾ ഒരുപാടുണ്ട്. ഏതെങ്കിലും കാറ്റഗറിയിൽ സ്ഥാനക്രമത്തിലൊക്കെ വ്യത്യാസം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടാകാം. അത് നമ്മുടെ കുറ്റമല്ല, അത് ആ റേറ്റിംഗ് സംവിധാനത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ പരിശോധിക്കുന്നത് ഒന്നും കൂടി പറയാം. മെയിൽ 22+ ABC. ആദ്യം 1-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. 2-ാം സ്ഥാനത്ത് 24 ആണ്. 3-ാം സ്ഥാനത്ത് മനോരമ. 4-ാം സ്ഥാനത്ത് മാതൃഭൂമി. 5-ാം സ്ഥാനത്ത് ജനം TV. 6-ാം സ്ഥാനത്ത് റിപ്പോർട്ടർ TV. 7-ാം സ്ഥാനത്ത് മീഡിയ 1. 8-ാം സ്ഥാനത്ത് കൈരളി ന്യൂസ്. 9-ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളം. ഏറ്റവും രസകരമായ പ്രത്യേകത 5-ാം സ്ഥാനം മുതൽ താഴോട്ടുള്ള സ്ഥാനങ്ങളിലെ ചാനലുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത വിധത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരുവിധം ചാനലുകളെല്ലാം. അതിൽ ന്യൂസ് 18 കേരളം മാത്രമാണ് വലിയ വ്യത്യാസമുള്ളത്. ബാക്കി ചാനലുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത നിലയിൽ പരസ്പരം എപ്പോൾ വേണമെങ്കിലും മറികടക്കാവുന്ന നിലയിൽ പിടിച്ചു നിൽക്കുകയാണ്. അത് നമുക്ക് പോയിൻ്റ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിൻ്റ് നില 2.73 ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടിയ ഇടിവല്ല, അത് ഞാൻ പിന്നാലെ പറയുന്നതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ 132.43 പോയിന്റിൽ നിന്ന് 2.73 കുറഞ്ഞ് 129.7 പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തി. 2-ാം സ്ഥാനത്ത് 24 ന്യൂസാണ്. 24ൻ്റെ പോയിന്റ് നില കുറച്ചുകൂടി കാര്യമായി കുറഞ്ഞു. 4.75 പോയിന്റിൻ്റെ ഇടിവാണ് അവർക്കുണ്ടായിട്ടുള്ളത്. 95.55 പോയിന്റിൽ നിന്ന് 4.7 പോയിന്റ് കുറഞ്ഞ് 90.85 മാറി 90ലേക്ക് എത്തി എന്നുള്ളതാണ്. 24നെ സംബന്ധിച്ച് പരിശോധന നടത്തേണ്ട സമയമായിരിക്കുന്നു. വലിയ തോതിലുള്ള ഇടിവ് ഓരോ ആഴ്ചയും ചെറുതാണെങ്കിലും വലിയ തോതിലുള്ള ഇടിവാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ഇടിഞ്ഞ ഇടത്തുനിന്ന് ഇനിയും പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ആദ്യകാലത്തെ ഉണ്ടായ കുതിപ്പിന് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി നേരിടേണ്ടി വരും. 2-ാം സ്ഥാനത്താണ് 24 എന്നുള്ളത് ഓർക്കണം. 2-ാം സ്ഥാനത്തുള്ള 24 90.85 പോയിൻ്റാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞല്ലോ 1-ാം സ്ഥാനത്ത് 129.7 പോയിൻ്റാണ്. ചുരുക്കത്തിലൊരു 40 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് 2 ചാനലുകളും തമ്മിൽ. 3-ാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ്. മനോരമ ന്യൂസിൻ്റെ പോയിന്റ് 1.56 വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഴ്ചത്തെ വർധനയിൽ കാര്യമായ വർധന 2 ചാനലുകൾക്കാണ്, മനോരമയ്ക്കും പിന്നെ റിപ്പോർട്ടറിനും. റിപ്പോർട്ടറിനെ നമുക്ക് പരിശോധിക്കാം. മനോരമ ന്യൂസിന് 1.56 വർദ്ധിച്ചത്. കഴിഞ്ഞ ആഴ്ച 65.95 ആയിരുന്നത് 1.56 വർദ്ധിച്ച് 67.51 ആയി. 4-ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ്. മാതൃഭൂമി ന്യൂസിൻ്റെ പോയിന്റ് നില 0.6 പോയിൻറ്റിൻ്റെ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചത്തേത് 60.09 ആയിരുന്നത് 0.6 വർദ്ധിച്ച് 60.69 ആയി. കാര്യമായ വർധന ഇല്ല. അതേസമയം മനോരമ, 3-ാം സ്ഥാനത്തുള്ള മനോരമ കുറച്ച് കാര്യമായ വർധന രേഖപ്പെടുത്തുകയും ചെയ്തു. 5-ാം സ്ഥാനത്ത് ജനം TV ആണ്. ജനം TV തുടർച്ചയായ ആഴ്ചയിലാണ് 5-ാം സ്ഥാനത്ത് തുടരുന്നത്. പക്ഷേ വലിയ ഇടിവ്, ഈ ആഴ്ചത്തെ ഏറ്റവും കൂടിയ ഇടിവുകളിൽ ഒന്ന് ജനം TVയുടേതാണ്. ജനം TVയുടെ ഇടിവ് എന്ന് പറയുന്നത് 5.88 പോയിൻറ്റിൻ്റെ ഇടിവാണ്. കഴിഞ്ഞ ആഴ്ച 36.5 ആയിരുന്നത് 5.88 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി 30.62 പോയിന്റിലേക്ക് എത്തി എന്നുള്ളതാണ്. 6-ാം സ്ഥാനത്ത് റിപ്പോർട്ടർ TV ആണ്. റിപ്പോർട്ടർ TV പതിയെ തിരിച്ചു വരുന്നത് പോലെയുള്ള ലക്ഷണമാണ് കാണിക്കുന്നത്. റിപ്പോർട്ടർ TVയുടെ പോയിന്റ് നിലയിൽ 1.16 വർധന രേഖപ്പെടുത്തി. മറ്റ് ചാനലുകൾക്ക് വലിയ ഇടിവുണ്ടാകുമ്പോഴാണ് റിപ്പോർട്ടറിന് ഈ വർധന ഉണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച 29.06 ആയിരുന്നത് 1.16 വർദ്ധിച്ച് 30.22 പോയിന്റ് എത്തി റിപ്പോർട്ടർ TV. അങ്ങനെ അവർ 6-ാം സ്ഥാനത്തെത്തി. 7-ാം സ്ഥാനത്ത് മീഡിയ 1 ആണ്. ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ചാനൽ മീഡിയ 1 ആണ്. അവർക്ക് സമീപകാലത്തുണ്ടായ വളർച്ചയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലുണ്ടായ ഏറ്റവും വലിയ ആഘാതം കൂടിയാണ് ഈ ആഴ്ച. 6.12 പോയിൻറ്റിൻ്റെ ഇടിവാണ് മീഡിയ 1-ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 33.61 ആയിരുന്നു. 6.12 ഇടിഞ്ഞ് 27.49 പോയിന്റിലേക്ക് അവരെത്തി. അങ്ങനെ 7-ാം സ്ഥാനത്ത് മീഡിയ 1 എത്തി എന്നുള്ളതാണ്.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 5-ാം സ്ഥാനം വരെ കഴിഞ്ഞ നാളുകളിൽ പോയതാണ്. ഇപ്പോൾ അവർ 7-ാം സ്ഥാനത്തെത്തി. 8-ാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ്. കൈരളി ന്യൂസിൻ്റെ പോയിൻറ്റ് 0.37 വർദ്ധിച്ചു. കാര്യമായ വർധന അല്ലെങ്കിലും ഈ ആഴ്ചത്തെ മറ്റ് ചാനലുകളുടെ സ്ഥിതി കൂടി നോക്കുമ്പോൾ വലിയ പരിക്കില്ലാതെ കൈരളി ന്യൂസ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കൈരളി ന്യൂസിൻ്റെ പോയിൻ്റ് നിലയിൽ കഴിഞ്ഞ ആഴ്ചത്തെ 26.93-ൽ 0.37 വർദ്ധിച്ച് 27.3 പോയിന്റിലേക്ക് കൈരളി ന്യൂസ് എത്തി. 9-ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളയാണ്. ന്യൂസ് 18 കേരളയുടെ പോയിന്റ് നില 1.05 വീണ്ടും കുറഞ്ഞു. 17.14 ആയിരുന്നത് 1.05 കുറഞ്ഞ് 16.09 എത്തി. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം 5, 6, 7, 8 സ്ഥാനത്തുള്ള 4 ചാനലുകളുടെ പോയിന്റ് നിലയാണ്. ഈ ചാനലുകളുടെ പോയിന്റ് നിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകളില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഉദാഹരണത്തിന് ജനം TV 5-ാം സ്ഥാനത്ത് 30.62, റിപ്പോർട്ടർ TV 6-ാം സ്ഥാനത്ത് 30.22 പോയിന്റ്, ചെറിയ വ്യത്യാസമാണ്. മീഡിയ 1 7-ാം സ്ഥാനത്ത് 27.49, കൈരളി ന്യൂസ് 8-ാം സ്ഥാനത്ത് 27.3 പോയിന്റ്. ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന ചെറിയ ചില വ്യത്യാസങ്ങൾ കൊണ്ട് സ്ഥാനക്രമം തന്നെ മാറാവുന്ന സ്ഥിതിയാണ്. ഇങ്ങനെയാണ് 9 ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് സ്ഥിതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനം TVയുടെയും മീഡിയ 1ൻ്റെയും ഇറക്കമാണ്. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ വളർച്ചയിൽ അവർക്ക് കുറവുണ്ടായിരിക്കുന്നു. അതിൽ തന്നെ ജനം TVയുടെ കുറവ് സ്ഥാനക്രമത്തിൽ വ്യത്യാസം വരുത്തിയിട്ടില്ലെങ്കിലും അവരുടെ പോയിന്റ് നിലയിൽ 5.88 പോയിന്റിൻ്റെ കുറവ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മീഡിയ 1ൻ്റെയും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ കുറവാണ് ഇപ്പോൾ സമീപകാലത്തുണ്ടായത്. 6.12 പോയിന്റ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം തൊട്ട് മുമ്പത്തെ ആഴ്ചകളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അയോധ്യ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ തുടർച്ചയായും ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം, അതനുസരിച്ചുള്ള ചർച്ചകളും വാർത്തകളും രാത്രി ചർച്ചകളും ഒക്കെ കടന്നു വന്ന കാലമാണ്. അതിന് അനുസരിച്ച വർധന ഈ 2 ചാനലുകളിലും അസാധാരണമാം വിധം ഉണ്ടായിരുന്നു. മീഡിയ 1ലും ജനം TVയിലും 2 തരത്തിലുള്ള വീക്ഷണം അതിനകത്ത് വരുന്നുണ്ട്. മീഡിയ 1 കുറച്ചുകൂടിയും ഈ വിഷയത്തിൽ ജനാധിപത്യപരമായി ഈ കാര്യത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിലയിലുള്ള ഉള്ളടക്കം അവർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒപ്പം ജനം TV എക്സ്ട്രീം BJP ലെവലിൽ സംഘപരിവാർ കാഴ്ചപ്പാടിൽ ഈ പള്ളിയുടെയും അതുപോലെ തന്നെ ക്ഷേത്ര വിഗ്രഹപ്രതിഷ്ഠയുടെയും കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്നും വാർത്ത മാറുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും കേരള സാഹചര്യത്തിലേക്ക് വാർത്ത മാറുകയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള അവഗണന ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരാഴ്ചയാണ് കടന്നുപോയത്. മൊത്തത്തിൽ ചാനലുകളോട് ആളുകൾ വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നുള്ള ഒരു വിഷയം ഇതിനകത്ത് നമുക്ക് ഉന്നയിക്കാൻ വേണ്ടി കഴിയും. ഏഷ്യാനെറ്റ്, 24, മീഡിയ 1, ജനം TV, ന്യൂസ് 18 കേരളം മുതലായ ചാനലുകൾക്കുണ്ടായ ഇടിവ്, ചാനലുകളിൽ നിന്ന് ടോട്ടലായിട്ട് ആളുകൾ ചെറുതായിട്ട് വിമുഖത കഴിഞ്ഞ ആഴ്ച കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അടിസ്ഥാന കാര്യം കേരളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപക്ഷെ അവരെടുക്കുന്ന നിലപാടായിരിക്കും, അല്ലെങ്കിൽ താല്പര്യം കുറഞ്ഞതായിരിക്കാം. അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട്. നമുക്കത് പിന്നീട് വിശദമായി പരിശോധിക്കുമ്പോൾ മാത്രം വിശകലനം ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ന്യൂസ് ചാനലുകളുടെ അവസ്ഥ. ഇനി വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി പെട്ടെന്ന് നോക്കിപ്പോകാം. ഏഷ്യാനെറ്റ് 708 പോയിൻറ്റോടെ 1-ാം സ്ഥാനത്ത്, സി കേരളം 236 പോയിൻറ്റോടെ 2-ാം സ്ഥാനത്ത്, മഴവിൽ മനോരമ 193 പോയിൻറ്റോടെ 3-ാം സ്ഥാനത്ത്, 193 സെയിം പോയിന്റിൽ 3-ാം സ്ഥാനത്ത് സൂര്യ TVയും ഉണ്ട്. 4-ാം സ്ഥാനത്ത് ഫ്ലവേഴ്സാണ് 186 പോയിന്റ്. 5-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസാണ് 130 പോയിന്റ്. 6-ാം സ്ഥാനത്ത് കൈരളി ചാനലാണ് 100 പോയിന്റ്. 7-ാം സ്ഥാനത്ത് സൂര്യ മൂവീസ് 90 പോയിന്റ്. 8-ാം സ്ഥാനത്ത് കൊച്ചു TV 78 പോയിന്റ്. 9-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് 70 പോയിന്റ്. 10-ാം സ്ഥാനത്ത് വി ചാനൽ 58 പോയിന്റ്. 11-ാം സ്ഥാനത്ത് അമൃത TV 44 പോയിന്റ്. ഇങ്ങനെയാണ് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗിലെ ടെലിവിഷൻ ചാനലുകളുടെ സ്ഥിതി. അടുത്ത ആഴ്ച ബാർക്ക് വിശകലനവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.